പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചീറ്റുന്ന വർഗീയ വിഷത്തെ മലയാളികൾ ഒന്നടങ്കം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് സതീശൻ നടത്തുന്ന ഓരോ പ്രസ്താവനയും മതേതര സമൂഹത്തിൽ വലിയ വിഭാഗീയത സൃഷ്ടിക്കുകയും അതുവഴി അധികാര കസാരയിലേക്ക് എത്തുകയുമാണ് സതീശന്റെ ലക്ഷ്യം. ഡിസംബർ 31 വി.ഡി. സതീശൻ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിരുന്നു. അന്ന് സനാതനധർമ്മത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച സതീശൻ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുകയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതുകഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയിൽ സതീശൻ പ്രസംഗിക്കുന്നത്. ഇവിടെയാണ് സതീശന്റെ കുബുദ്ധി മനസ്സിലാക്കേണ്ടത്. മുസ്ലിം സമുദായത്തിന്റെ പരിപാടിയിൽ പോയി മറ്റൊരു സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വിമർശിച്ച് സംസാരിക്കുന്നു. ലക്ഷ്യം ക്ലിയർ ആണ്: സമുദായങ്ങൾക്കുള്ളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക, അതുവഴി ഉണ്ടാകുന്ന വിഭാഗീയതയിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുക. പറവൂരിലുള്ളവർ പൊതുവെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ സംഘികളും സതീശനാണ് വോട്ട് ചെയ്യുന്നതെന്ന്. യഥാർത്ഥത്തിൽ അതിൽ അതിശയിക്കാൻ ഒരു വകയുമില്ല. നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാർ പയറ്റുന്ന വർഗീയ ധ്രുവീകരണം കേരളത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സതീശനെ വോട്ട് ചെയ്യാതെ സംഘികൾക്ക് തരമില്ലല്ലോ. മാത്രമല്ല, വെള്ളാപ്പള്ളിയിൽ നിന്ന് എന്നും വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കേരള യാത്രാ പ്രസംഗത്തിൽ സതീശൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടമുണ്ടാക്കാനാണ് താൻ കാത്തിരിക്കുന്നതെന്ന് സതീശൻ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നു. കോൺഗ്രസുകാരെ പൊതുവെ മൃദുസംഖി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിളിക്കുന്നത്. എന്നാൽ സതീശനെ മുതുസംഖി എന്ന് വിളിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്.